ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം മാലി. സോ ദാറ്റ്സ് ഇറ്റ്. സോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എന്തു പറയാനാണ്? നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ടർബോ ടർബോ പഞ്ച് ടർബോ പഞ്ചിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ടർബോ പഞ്ച് അപ്പം എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ മമ്മൂക്കാടെ മൂവി ഒഫീഷ്യലായിട്ട് ഇന്നലെ 52 കോടി കളക്ട് ചെയ്തായിരുന്നു. ഇന്നലെ ഒഫീഷ്യൽ റിപ്പോർട്ടായിട്ട് ഇന്നലെ വന്നായിരുന്നു. തിങ്കളാഴ്ച അവർ മമ്മൂട്ടി കമ്പനി അനൗൺസ് ചെയ്തായിരുന്നു പടം 52 കോടി കളക്ട് ചെയ്തെന്നുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം പടം ഏകദേശം 58 കോടി, ഇന്നലെ ആയപ്പോൾ 58, തിങ്കളാഴ്ച ആയപ്പം അത് 58 കോടിയായി. മിക്കവാറും നാളെ ആകുമ്പം അതൊരു 60 കോടി പ്ലസിലോട്ട് അത് മാറും. അപ്പോൾ എന്തുമാത്രം ഡീഗ്രേഡ് കിട്ടിയ ഒരു സിനിമയാണ് ഡീഗ്രേഡിൻ്റെ ഒരു പാലഭിഷേകമായിരുന്നു ഈ ടർബോയെ പറ്റി. കാരണം അങ്ങനെ ടർബോയെ പറ്റി ഒരുപാട് രീതിയിലുള്ള ഡീഗ്രേഡിങ് വന്നായിരുന്നു. നമുക്കിതിൻ്റെ തുടക്കത്തിൽ നിന്ന് തുടങ്ങിയാലോ? ഈ ഡീഗ്രേഡിങ് സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്ന് നമുക്കൊന്ന് സംസാരിച്ചാലോ? അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ടർബോ എന്ന് പറയുന്ന മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും വലിയൊരു മൂവി. ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മമ്മൂട്ടിയാണ്, മമ്മൂട്ടി കമ്പനി. 46 കോടിക്ക് മേളിലാണ് ആ പടത്തിനുള്ള ബഡ്ജറ്റ്. അങ്ങനെയുള്ള ഒരു സിനിമ, ആ ഒരു സിനിമ റിലീസായി വിജയിക്കണമെങ്കിൽ 100 കോടിക്ക് മേളിൽ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്താൽ മാത്രമേ വിജയിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ആ സിനിമയ്ക്കെതിരെ ഉണ്ടായിരുന്ന ഡീഗ്രേഡിങ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതായിരിക്കും? പറഞ്ഞുതരാം. നമ്മുടെ സ്വന്തം മറുനാടൻ ചാനൽ, എൻ്റെ ഒന്നുമില്ല, എൻ്റെ സ്വന്തം ചാനലും തേങ്ങയൊന്നുമില്ല, നമ്മുടെ മറുനാടൻ TV എന്ന് പറഞ്ഞൊരു TV ഉണ്ടല്ലോ, കുറച്ച് കാലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്നിരുന്ന, എന്താ പറയുക, നല്ല രീതിയിൽ വിഷം ചീറ്റി അങ്ങ് ഒരു അറുമാദിക്കുന്ന ഒരു ചാനലുണ്ട്, മറുനാടൻ TV. അതിലെ ഓണറായ മറുനാടൻ സാജൻ പുള്ളിക്കാരൻ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ എടുത്തായിരുന്നു. നമ്മുടെ മമ്മൂട്ടിയുടെ പുഴു എന്ന സിനിമയുടെ ഡയറക്ടറിൻ്റെ ഹസ്ബൻഡ്. അപ്പം പുള്ളിക്കാരൻ്റെ ലൈഫ് സ്റ്റോറിയെ പറ്റിയും ഈ ഡയറക്ടറും പുള്ളിക്കാരനുമായിട്ട് ഡിവോഴ്സ് എന്തോ ആയിരുന്നു. അപ്പം അതിനെ പറ്റിയൊക്കെ പുള്ളിക്കാരൻ സംസാരിച്ചു. അപ്പോൾ സംസാരിച്ച് വരുന്ന സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു, മമ്മൂട്ടി വിചാരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ പറ്റുമായിരുന്നു. പക്ഷേ മമ്മൂട്ടി ഒരു രീതിയിലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും മമ്മൂട്ടി ചെയ്തിട്ടില്ല. പൊതുവെ മമ്മൂട്ടി ഒരുപാട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ രണ്ടുപേരും തമ്മിൽ വരുമ്പം മമ്മൂട്ടി സംസാരിച്ച് അത് പരിഹരിച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ എൻ്റെ രീതിയിൽ അതൊന്നും ചെയ്തില്ല. പിന്നെ രണ്ടാമത് പുള്ളിക്കാരൻ പറഞ്ഞ ഏറ്റവും വലിയ അലിഗേഷൻ, അതാണ് ഏറ്റവും വലിയ അലിഗേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറയുന്നത്, പുഴു എന്ന് പറയുന്നത് ഒരു പ്രൊപ്പഗണ്ട മൂവിയായിരുന്നു. പ്രൊപ്പഗണ്ട മൂവി മീൻസ്, പുഴു എന്ന സിനിമയിൽ മമ്മൂട്ടി ഒരു സമുദായത്തിനെ അറിഞ്ഞുകൊണ്ട് അവരെ ടാറടിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു സിനിമ എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ മറുനാടൻ ചാനലിൽ നിന്ന് ആ ന്യൂസ് അങ്ങ് കൊളുത്തി നമ്മൾ ആ സംഘങ്ങളെല്ലാം അതങ്ങ് ഏറ്റെടുത്തു. സംഘങ്ങൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മളെ സംഘമിത്രങ്ങൾ അവരേറ്റെടുത്തിട്ട് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബോയ്ക്കാട്ട് മമ്മൂട്ടിയെ ബോയ്ക്കാട്ട് ചെയ്യുക. കാരണം ഇവർക്ക് സ്ഥിരമായിട്ട് എല്ലായിടത്തും എല്ലാവരെയും ഇങ്ങനെ ബോയ്ക്കാട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്ക് വന്നിട്ട് ഷാറൂഖ് ഖാൻ്റെ സിനിമ ബോയ്ക്കാട്ട് ചെയ്തായിരുന്നു. പത്താൻ ബോയ്ക്കാട്ട് ചെയ്യാനുള്ള കാരണം ദീപിക പടുക്കോണിൻ്റെ അണ്ടർ ഗാർമെൻസിൻ്റെ കളറ് കാവ്യായതുകൊണ്ട് അവർ ബോയ്ക്കാട്ട് ചെയ്ത്. ആ പടം ബോയ്ക്കാട്ട് ചെയ്തതിന് ശേഷം ആ പടത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ, 1000 കോടി രൂപ ആ പടം കളക്ട് ചെയ്തായിരുന്നു. അതിനുശേഷമാണ് നമ്മളുടെ സംഘപരിവാർ നമ്മുടെ ടർബോ ബോയ്ക്കാട്ട് ചെയ്തു. അവർ വന്നിട്ട് ഒരുപാട് പ്രചരണങ്ങൾ അടിച്ചിറക്കിയായിരുന്നു മമ്മൂട്ടിക്കെതിരെ. മമ്മൂട്ടി തുടാപ്പിയാണ്, മമ്മൂട്ടി എല്ലാ മതങ്ങളെയും ടാറെടുത്ത് കാണിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് മമ്മൂട്ടി ഒരുപാട് പ്രൊപ്പഗണ്ട മൂവീസ് മമ്മൂട്ടി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പുഴു, പിന്നെ കാതൽ ദക്കോർ എന്നിങ്ങനെ സിനിമകളെല്ലാം മമ്മൂട്ടി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞ് മമ്മൂട്ടി എങ്ങനെയൊക്കെ ടാറടിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ടാറടിച്ചു. പക്ഷേ അവർക്ക് ചീറ്റിപ്പോയി എന്ന് പറയാനുള്ള മെയിൻ കാരണം, ഇവർ പറയുന്നത് ആരെപ്പറ്റിയെന്നറിയാമോ? മമ്മൂട്ടിയെ പറ്റിയാണ്. മമ്മൂട്ടി, മോഹൻലാൽ. ഒരു കാര്യം നമ്മൾ
നമ്മളിൽ വന്നിട്ട് പല ആൾക്കാരും പല ജാതി, പല മതം എന്നിവയിലുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ നമുക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്ന ജാതി, ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പം വന്നിട്ട് 2 വർഷമോ 5 വർഷത്തിനോ 10 വർഷത്തിനോ മുമ്പ് പറ്റിയുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതെന്ന് പറയുന്നത് ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 8 വർഷത്തിന് മുമ്പേ, അതിന് മേളിലോട്ട് 20 വർഷം 30 വർഷം അങ്ങോട്ട് പോകും. ഇപ്പം ഞാനാണെങ്കിലും എനിക്കിപ്പോൾ 34 വയസ്സായി. ഇപ്പോൾ എൻ്റെ ഫാദറാണെങ്കിലും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് നമ്മൾ ജാതി നോക്കിയിട്ടല്ല. നമ്മൾ ഒരിക്കലും ജാതി നോക്കിയിട്ട് നമ്മൾ ഒരാളെ സ്നേഹിക്കാറില്ല. ഒരു ക്രിക്കറ്റർ ആണെങ്കിലും ഒരു മൂവി സ്റ്റാർസ് ആണെങ്കിലും നമ്മൾ ഒരിക്കലും ജാതി നോക്കി സ്നേഹിച്ച ആൾക്കാരല്ല നമ്മളൊക്കെ. പക്ഷേ ഇപ്പം ഒരു 5-6 വർഷം 7-8 വർഷം കൊണ്ട് ഈ ജാതി എന്നുള്ളൊരു കാര്യം ഭയങ്കര വൃത്തികെട്ട രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ജാതി വന്നിട്ട് എല്ലാത്തിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡേർട്ടി പൊളിറ്റിക്സ് ഓഫ് റിലീജിയൻ. ഞാനിപ്പോൾ ഞാൻ ഏത് പാർട്ടിയെ പറ്റിയാണ് പറയണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ ആ പാർട്ടിയുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒരുപാട് ഈ ഡേർട്ടി ആയിട്ടുള്ള പൊളിറ്റിക്സ് വന്നിട്ട് എല്ലായിടത്തും ഇങ്ങനെ കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളുടെ മലയാളികളെല്ലാവരും മമ്മൂട്ടിക്കെതിരെ വന്ന അലിഗേഷൻ ഈ രീതിയിൽ സംഘത്തിനടുത്ത് വിളയിറങ്ങി. കാരണം മലയാളികൾക്ക് അറിയടാ മമ്മൂട്ടി എന്താണെന്നുള്ളത്. മലയാളികൾക്കറിയാം, നമുക്കറിയാം മമ്മൂട്ടി എന്താണ്. അതെ, പുള്ളിക്കാരൻ 5 നേരം നമസ്കരിക്കുന്ന ഒരു മുസൽമാനാണ് എന്ന് വിചാരിച്ച് പുള്ളിക്കാരൻ ഒരു സുഡാപ്പിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അയാളൊക്കെ അയാളുടെ ലൈഫ് ടൈം 10, 46, 50 വർഷം പുള്ളിക്കാരൻ കളഞ്ഞത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അവരൊക്കെ സിനിമാ പ്രാന്തന്മാരാണ്. മമ്മൂട്ടിയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും അവരൊക്കെ സിനിമാ പ്രാന്തരാണ്. അവരെ ഒരു ചിന്ത എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ ഇടയിൽ വെറുതെ ആവശ്യമില്ലാത്ത ഈ ചീഞ്ഞ് നാറിയ ജാതി ഇതും കാര്യങ്ങളും കൊണ്ടിട്ട് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള കുറേ സംഘമിത്രങ്ങൾ കുറേ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ടർബോയുടെ കാര്യത്തിൽ അത് നടന്നില്ല. അവന്മാർക്കൊക്കെ നല്ല രീതിയിലുള്ള തിരിച്ച് പറച്ചിൽ നമ്മളെ ജനങ്ങൾ പറഞ്ഞായിരുന്നു. നമ്മളെ മലയാളികൾ, അതാണ് ഞാൻ പറയുന്നത്, മലയാളികൾ പുളിയാണ്. മലയാളികൾ വന്നിട്ട് അടിച്ച് പൊളിച്ച്. മലയാളികൾ ഒരിക്കലും ഈ രീതിയിലുള്ള ഈ ജാതി, ആവശ്യമില്ലാത്ത ജാതി കാര്യങ്ങൾ അതൊന്നും മലയാളികൾ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പം കുറച്ച് കാലമായിട്ട് നമ്മൾ എവിടെ നോക്കിയാലും ജാതിയുടെ പേരിൽ പറഞ്ഞ് നമ്മളുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി പറഞ്ഞ് അടിയും ബഹളമാണ്. പക്ഷേ അത് മമ്മൂക്കയുടെ സിനിമയിൽ വന്നപ്പോൾ അതിൽ വളരെ കുറവുണ്ടായി. പൊതുവെ ഒരു 100% ജാതി പറഞ്ഞ് അടിയുണ്ടാക്കുന്ന ആൾക്കാർ പോലും ഇതിലോട്ട് വന്നപ്പം അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഒരു എന്ത് പറയാം, 20 സംഘപരിവാരം ഉണ്ടെന്നുള്ളതല്ലാതെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്തത് മമ്മൂക്കക്ക് വേണ്ടിയിട്ടാണ്. അതൊരു യൂണിറ്റിയാണ്, സത്യം പറഞ്ഞാൽ അതൊരു യൂണിറ്റിയാണ്. കാരണം തന്നെ ആൾക്കാർ, വിഷമുള്ള ആൾക്കാരുണ്ട്, ഞാൻ ഇല്ലയെന്ന് ഒരിക്കലും പറയുന്നില്ല. വിഷമുള്ള ആൾക്കാരാണ് കൂടുതൽ. നമ്മുടെ നാട് പോകുന്ന കണ്ടിട്ട് ഞാൻ ഒരുപാട് പേടിച്ചിട്ടുണ്ട്. ഈ നാടിന് എവിടെ പോയി എത്തും ഈ ജാതി പറഞ്ഞു. പക്ഷേ ഈ ഒരു ബോയ്ക്കാട്ട് മമ്മൂക്ക എന്നുള്ളൊരു സംഭവത്തിൽ ഒരുപാട് ആൾക്കാർ മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്തായിരുന്നു. അത് എനിക്ക് തോന്നുന്നു അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണെന്ന് ഞാൻ പറയും ആ പുള്ളിക്കാരന്. കാരണം ഇത്രയും കാലമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലോ കാര്യങ്ങളിലോ ഒന്നും മമ്മൂക്ക പോയി ചാടിയിട്ടില്ല. പുള്ളിക്കാരൻ വളരെ നോക്കിയും കണ്ടൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ലൈഫ് പുള്ളിക്കാരൻ നോക്കിപ്പോയത്. അപ്പോൾ സംഘപരിവാർ മമ്മൂക്കയെ നല്ല രീതിയിൽ ഉടുക്കാൻ നോക്കി, അത് നടന്നില്ല. അത് നല്ല രീതിയിൽ ചീറ്റിപ്പോയി. അങ്ങനെ നമ്മുടെ സംഘപരിവാറിനെ ചീറ്റിപ്പോയ അടുത്ത് നിന്ന് അടുത്ത ടീമുകൾ വന്നു സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ടീമുകളാണ് നമ്മളുടെ യൂട്യൂബേഴ്സ്. ഞാൻ തൊട്ട് മുമ്പുള്ള എൻ്റെ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ അവരെ പറ്റിയുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത ആൾക്കാർ പറ്റുമെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള വീഡിയോയിൽ പോയി ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം, നിങ്ങൾ പോയി കാണുക. അപ്പോൾ അവർക്കുള്ളൊരു നല്ലൊരു റിപ്ലൈ ഞാൻ എൻ്റെ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ കൊടുത്തായിരുന്നു. ആ ബ്ലോഗ് കണ്ട് ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തായിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക്സ് സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു. അങ്ങനെ സംഘപരിവാർ കൈയൊഴിഞ്ഞ് അവന്മാരെ കൊണ്ട് പറ്റില്ല എന്നായപ്പം അടുത്ത യൂട്യൂബേഴ്സ് വന്ന്, അങ്ങനെ യൂട്യൂബേഴ്സിൻ്റെ ബ്ലോഗ് കൊണ്ട് പടത്തിന് ഡീഗ്രേഡ് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ചെറിയ രീതിയിൽ സംഭവിച്ചായിരുന്നു. കാരണം ഈ ഡീഗ്രേഡ് ചെയ്ത എല്ലാ ആൾക്കാരും നല്ല ഫാൻ ബേസ് ഉള്ള ആൾക്കാരായിരുന്നു.
അപ്പോൾ അതിൽ പല ആൾക്കാരും പടം കാണാൻ പോയില്ല, ഇവരെ വിശ്വസിച്ച് പടം കാണാൻ പോയില്ല. പക്ഷേ പടത്തിൻ്റെ തിയേറ്റർ റെസ്പോൺസ് ഒരുപാട് പുറത്ത് വന്നായിരുന്നു. പടം കൊള്ളാം, വേറെ ലെവല്, ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്ന് പറയുന്നത് പ്രായമുള്ള ആൾക്കാർ, പ്രായം കുറഞ്ഞ ആൾക്കാർ, കൊച്ചു പിള്ളേർ, കൊച്ചു കൊച്ചു കുട്ടികൾ, പിന്നെ പുതിയ തലമുറയിലുള്ള 2K കിഡ്സ്, പിന്നെ വന്നിട്ട് 90s കിഡ്, 80s കിഡ്, 70s കിഡ്, എനിക്ക് വയ്യ. ഉള്ള എല്ലാവരും വന്ന് സിനിമ കണ്ട് സന്തോഷിച്ച്. അതിൽ പല ആൾക്കാരും പറഞ്ഞായിരുന്നു, എന്തടേ നീയൊക്കെ റിവ്യൂ പറയുന്നത്, ഇത്രയും മോശപ്പെട്ട റിവ്യൂ ആണോ പറയേണ്ടത്? നമ്മൾ സിനിമ കണ്ടല്ലോ, നമുക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ. നിങ്ങൾ പറയുന്ന പോലെ അത്രയ്ക്ക് മോശമാണെന്നുള്ളത് നമുക്ക് തോന്നിയില്ലല്ലോ. മിക്ക ആൾക്കാരും തിയേറ്റർ റെസ്പോൺസിൽ വന്ന മിക്ക ആൾക്കാരും അതാണ് പറയുന്നത്, അവനെ ഞാൻ ഇപ്പം അടിക്കും കേട്ടാ, അവൻ എന്തൊരു റിവ്യൂ പറഞ്ഞത്, മറ്റവൻ ഇവൻ. കാരണം ഓൾറെഡി നമ്മൾ ഇവരൊക്കെ പേര് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇവരെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, ഏതൊക്കെയാണ് റിവ്യൂവേഴ്സ് എന്നുള്ള പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ എല്ലാവരും എല്ലാ സൈഡിലും കൂടെ നോക്കിയിട്ട് പോലും നമ്മളുടെ ടർബോയെ ഒന്ന് പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. മഴ നല്ല ശക്തമായിട്ട് പോവുകയാണ്. മഴ ഇത്രയും ശക്തമല്ലായിരുന്നെങ്കിൽ സിനിമ തിങ്കളാഴ്ച തന്നെ ഒരു 65 കോടിയൊക്കെ പടം കളക്ട് ചെയ്തെങ്കിൽ. കാരണം മഴയുടേത് ചെറിയൊരിതുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ മമ്മൂക്കയല്ലേ, മമ്മൂക്കയെ നമ്മൾ മലയാളികൾ വെറുതെ വിടൂലല്ലോ. പടം കൊള്ളാമെങ്കിൽ മലയാളികൾ പടം വിജയിപ്പിച്ചിട്ടുള്ള ശീലം മാത്രമേ ഉള്ളൂ. ഇനി ഏവനൊക്കെ വന്നിരുന്ന്, ഇനി ഏതൊക്കെ വലിയ വലിയ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഇനി ഏതൊക്കെ വലിയ സംഘപരിവാറും വന്ന് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, എന്തൊക്കെ അജണ്ട കൊണ്ടുവന്നിട്ടും കാര്യമില്ല. 10, 46, 50 വർഷമായിട്ട് അങ്ങേര് ഇവിടെ ഉണ്ട്, ഇനിയും അങ്ങേര് ഇവിടെ തന്നെ കാണും. പുള്ളി പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, എനിക്ക് മരിക്കുന്നവർ അഭിനയിക്കുക, എൻ്റെ ആഗ്രഹം സിനിമയാണ്, എനിക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കണം, എനിക്കിപ്പോഴും ഭ്രാന്താണ്, ഓരോ കഥാപാത്രം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭ്രാന്താണ്. ആരാണ് ഇതൊക്കെ പറയുന്നത്? നമ്മുടെ സ്വന്തം മമ്മൂക്ക പറയുന്ന വാക്കുകളാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ ഐ ആം സ്റ്റോപ്പിംഗ് മൈ ബ്ലോഗ്. എൻ്റെ ബ്ലോഗ് ഞാനിവിടെ നിർത്തുകയാണ്. സോ ഇഫ് യു ലൈക്ക് മൈ ബ്ലോഗ്, എൻ്റെ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് പുട്ട് ലൈക്ക്, പ്ലീസ് പുട്ട് കമൻറ്റ്, ആൻഡ് ഇഫ് യു ലൈക്ക് മൈ ബ്ലോഗ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൾസോ. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ ദാറ്റ്സ് ഇറ്റ്. സോ ടർബോ എത്രയും പെട്ടെന്ന് 100 കോടിയിലോട്ട് എത്തട്ടെ, അതിനുശേഷം 150 കോടിയിലോട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് എത്തുമെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. മമ്മൂക്ക, താങ്ക് യു സോ മച്ച് മമ്മൂക്ക, എഗെയിൻ ആൻഡ് എഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ ഗിവിങ് അസ് സച്ച് എ ബ്യൂട്ടിഫുൾ മൂവി. എന്തിനായിരുന്നു നിങ്ങളിത് എന്തിനു പൊടി പൊടിക്കണത്? ഈ പ്രായത്തിൽ കിടന്ന് എന്തിനു പൊടി പൊടിക്കണത്? സത്യം പറഞ്ഞ തിയേറ്ററിൽ ഇരുന്ന് ഞാൻ ആകെപ്പാടം നെട്ടിപ്പോയി. പടത്തിൻ്റെ ക്ലൈമാക്സ് 30 മിനിറ്റ് മനുഷ്യ നിങ്ങൾ എടുത്ത് വെച്ചിരിക്കണത്? തകർത്തടിച്ചിരിക്കുകയല്ലേ. എന്തായാലും താങ്ക് യു സോ മച്ച് മമ്മൂക്ക, എഗെയിൻ മമ്മൂക്ക, ലവ് യു സോ മച്ച്. ബൈ ബൈ.